ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഔട്ട് ആകുമ്പോഴത്തേക്കും സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ കുട്ടീസെല്ലാം സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കാണ്. ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. രണ്ടാളും മാലിമേലെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി രണ്ടാളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവർ രണ്ടാളും അവിടെ ആയതുകൊണ്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകാനായിട്ട് കുറച്ച് ലേറ്റ് ആക്കിയത് കൂടി. അവരെയും കൂടി പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രണ്ടുപേരെയും വീട്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ കരുനാഗപ്പള്ളിക്ക് പോയി കേട്ടോ. കരുനാഗപ്പള്ളിയിൽ ആകെ മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകളിലൊക്കെ മൊത്തത്തിൽ തിരക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ നമ്മുടെ എച്ച് മോളിൽ ചോയ്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ അത് പ്രമാണിച്ച് നല്ല ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞറിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. ശരിയാണെങ്കിൽ ഏകദേശം ഒരു 11 കൊല്ലം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് മാൾ ഇവിടെ ഓപ്പൺ ആവുന്നത്. അന്നിവിടെ നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായാലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ രണ്ടാൾക്കും വലിയ ഉത്സാഹമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായതുകൊണ്ട് രണ്ടാളും എക്സ്ട്രാ ഹാപ്പിയാണ്. മോനാണെങ്കിൽ നേരെ പോയി ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ ബുക്കിൻ്റെ സ്കൂളിലെ ഐറ്റംസിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ബുക്കിനൊക്കെ നല്ല ഓഫറുകളുണ്ടായിരുന്നു. 5 ബുക്കിന് 2 ബുക്ക് ഫ്രീ, അതേപോലെ 3 ബുക്കിന് 1 ബുക്ക് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ഓഫറുകൾ ഇഷ്ടംപോലെ ബുക്കിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കമ്പനിയുടെയും ബുക്കിനില്ല, പ്രത്യേകം ചില കമ്പനികളുടെ ബുക്കിനാണ് കേട്ടോ ഓഫർ ഉണ്ടായിരുന്നത്. അപ്പം ബുക്കൊക്കെ ആദ്യമേ എടുത്തു. രണ്ടുപേർക്കും ബുക്ക് ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഏകദേശം എല്ലാം ഒരു കണക്കിന് വെച്ചിട്ട് ബുക്കൊക്കെ രണ്ടാൾക്കും ആവശ്യമുള്ളത് എടുത്തു. എക്സ്ട്രാ 2 ബുക്ക് വീതം എല്ലാവർക്കും എടുത്തു. പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ് എല്ലാം എടുത്തു കേട്ടോ, ഒരുമിച്ച് തന്നെ എടുത്തു. അപ്പോൾ ബുക്സിന് ഓഫറുള്ള ബുക്ക് എടുത്തിട്ട് ഞാൻ ആദ്യമേ എടുത്ത ബുക്കിന് ഓഫർ ഇല്ലായിരുന്നു. പിന്നെ ഓഫറുള്ള ബുക്ക് നോക്കി എടുത്തിട്ടുള്ളതാണ്. ഞാനീ പാർട്ടി വെയർ ഒക്കെ ഇട്ട് നിൽക്കുന്നത് വേറെ ഒന്നും കണ്ടല്ല കേട്ടോ. ഞാനാണെങ്കിൽ ഒരു കല്യാണത്തിന് പോയിട്ടാണ് കേട്ടോ ഈ ഷോപ്പിങ്ങിന് പോകുന്നത്. ആദ്യം കല്യാണത്തിന് പോയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ബോക്സിൻ്റെ എടുക്കാനായിട്ട് പോവാണ്. ലഞ്ച് ബോക്സ് ഞാൻ എപ്പോഴും സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ കഴിഞ്ഞ വട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാളും ഈ ക്ലിപ്പുള്ളത് കൊണ്ട് നശിപ്പിച്ചിട്ട് വന്നു കേട്ടോ. ക്ലിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പില്ലാത്ത ടൈപ്പ് നോക്കി എടുക്കാമെന്ന് വിചാരിച്ച് വേറെ നല്ല അത്യാവശ്യം ടൈറ്റുള്ള അടപ്പൊക്കെ ഉള്ള ലഞ്ച് ബോക്സ് നോക്കി എടുക്കുകയാണ്. ചിലതൊക്കെ നല്ല ലൂസാണ് കേട്ടോ. അടപ്പ് പെട്ടെന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഊരി പോകുന്ന രീതിയിലുള്ളത്. ലഞ്ച് ബോക്സ് ഒക്കെ 250 എബോ ഒരു 500-600 വരെ റേഞ്ചിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരെണ്ണം നോക്കി രണ്ടെണ്ണം നോക്കി എടുത്തു. അപ്പോൾ രണ്ടും 2 ഷേപ്പിലുള്ളത് എടുക്കണം, രണ്ടാളുടെയും മാറിപ്പോവാതിരിക്കാനായിട്ട്. അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്തു കേട്ടോ. ശരിക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ കൂടെ പോയി എന്നേ ഉള്ളൂ. കൂടുതലും അവർ തന്നെ രണ്ടാളുടെ ഇഷ്ടത്തിന് അവർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അടുത്തതായിട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളർ നോക്കിയ രണ്ടാളും കളർ നോക്കിയും ഭംഗി നോക്കിയൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കൂടെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ രണ്ടുപേരും എടുക്കുന്നതിൽ നിന്ന് നമ്മൾ നോക്കും അത് നല്ലതാണോ ബെറ്ററാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ബെറ്റർ നോക്കിയാണ് എടുത്തത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ബുക്കൊക്കെ പൊതിയാനുള്ള റോൾ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഈ ബ്രൗൺ പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ വൈറ്റ് ഉണ്ട്, പിന്നെ കളറായിട്ടുള്ളതൊക്കെ ഉണ്ട്, പല കളറിലുണ്ടായിരുന്നു. ഞാൻ വൈറ്റാണ് എടുത്തത്. പിന്നെ രണ്ടാളും പോയി അത് മാറിയിട്ട് പല കളറിലുള്ള റോളുണ്ടായിരുന്നു. അതിൽ നിന്ന് 4 റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും കൂടി എക്സ്ട്രാ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പിന്നത്തേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് 4 റോള് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റോള് 4 മീറ്റർ എന്തോ ആണ്. പക്ഷെ ബുക്സ് പൊതിഞ്ഞപ്പോൾ രണ്ടാളുടെ ബുക്ക് ഇനിയും പൊതിയാൻ അധികം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുഴുക്കോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് 4 റോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി പിന്നെ ബാഗ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലുണ്ടായിരുന്നു കേട്ടോ. ബാഗ് രണ്ടാളുടെ ഏകദേശം ഒരു 800-നകത്ത് റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ
ചെറുതായിട്ടുള്ള റേറ്റിലുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ബാഗിന് വലിപ്പം കുറവാണ്. അപ്പോൾ അത്യാവശ്യം അവർക്ക് വലിപ്പമുള്ള 4ാം ക്ലാസ് ആയതുകൊണ്ട് അത്രയും ബുക്സൊക്കെ കൊണ്ടുപോയിട്ട് അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വലിയ ബാഗാണ് എടുത്തത്. അപ്പോൾ അത് 800 എബോവ് ബാഗിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാൾക്കും ലഞ്ച് ബാഗ് നോക്കി എടുക്കുകയാണ്. അപ്പോൾ രണ്ടാളുടെ ഇഷ്ടത്തിനുള്ള ലഞ്ച് ബാഗ് നോക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലഞ്ച് ബോക്സും ബോട്ടിലും ഒക്കെ വെച്ചും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിൽ ഇരിക്കുമോ എന്നുള്ളത്. അപ്പോൾ രണ്ടാളും അതെല്ലാം എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് രണ്ടാളും എടുത്തിട്ടുള്ളത് കേട്ടോ. സ്കൂൾ ബാഗിൻ്റെ ആയാലും ലഞ്ച് ബാഗിൻ്റെ ആയാലും സിബ് എല്ലാം രണ്ടുപേരും നന്നായിട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു. സിബ് വർക്ക് ചെയ്യുമോ, അത് എടുത്താൽ ഈസി ആയിട്ട് തുറക്കാൻ പറ്റുമോ, സ്റ്റക്കുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയാണ് രണ്ടാളും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ രണ്ടാളും നല്ല ശ്രദ്ധയായിരുന്നു കേട്ടോ. ട്രോളിക്ക് അങ്ങനെ സാധനങ്ങൾ പറക്കി വെച്ച് വെയിറ്റ് കൂടും തോറും ആൾക്ക് ഉരുട്ടാനുള്ള ആ ഒരു ഉത്സാഹം അങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഈ പെൻസിൽ പൗച്ച്, ബാഗ്, ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് പോയി. അപ്പോൾ മോൾക്ക് ആ ഒരു പൗച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മോന് വേണ്ടിയിട്ട് അവൻ ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവന് ബോക്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബോക്സ് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സിലൊക്കെ പല മോഡലുള്ളതുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ വിത്ത് കാൽക്കുലേറ്ററൊക്കെ ഉള്ള ബോക്സ്, കട്ടറുള്ള ബോക്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അവന് ഇഷ്ടമുള്ളത് അവനെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയും ഉണ്ടായിരുന്നില്ല ഇന്നതൊക്കെ വാങ്ങിക്കണമെന്ന്. രണ്ടാളും ഓർത്ത് എല്ലാം പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നെയിം സ്ലിപ്പൊക്കെ എടുത്തു കേട്ടോ. പിന്നെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള പെൻസില്, പേന, കട്ടർ, റബ്ബർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കാനായിട്ട് പോയി. പിന്നെ ക്രയോൺസൊക്കെ വേണമായിരുന്നു, അതൊക്കെ നോക്കാനായിട്ട് പോയി. അപ്പോൾ അതിന് സെലക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കമ്പനിയോടെ നോക്കിയിട്ട് നല്ലത് എല്ലാം എടുത്തു കേട്ടോ. പിന്നെ സ്കൂളിലേക്കുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് തീർന്നു. അപ്പോൾ എല്ലാം എന്തോ ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ടോയെന്ന്. കുട മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുട ഇവിടെ ചോദിച്ചിട്ട് കുട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴ സമയമാണ്, അപ്പോൾ കുട്ടികൾക്ക് കുട ആവശ്യമായിട്ട് വരും. അപ്പോൾ കുട ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വേറെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലടിക്കാനായിട്ട് കയറി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എല്ലാം തീർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളങ്ങ് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.